ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഒരു ദിവസം കുട്ടികൾക്ക് എന്താണ് ലഞ്ചിനും സ്നാക്സിനൊക്കെ ആയിട്ട് കൊടുത്തയക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഫസ്റ്റായിട്ട് നമ്മളിത് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈസായിട്ടോ, കുറേ വെജീസൊക്കെ ചേർത്തിട്ടുള്ള റൈസാണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. റൈസിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 കോഴിമുട്ട ഉടച്ച് നല്ലതുപോലെ മിക്സാക്കി വേവിച്ച് വെച്ച റൈസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പുണ്ടോയെന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മല്ലിച്ചപ്പൂടെ ഇട്ടിട്ട് നമുക്ക് ആ ഉപ്പ് റൈസിൽ പിടിക്കുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നമുക്കത് വെച്ചാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പി നോക്കാം. ഒരു കടായിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചെറിയ ജീരകം, കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുത്താൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിരിക്കും കേട്ടോ. അടുത്തത് നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി എഗ് റോളും നോക്കാം. സിമ്പിളായിട്ടുള്ളതാണ്. മുട്ട, കുരുമുളക് പൊടി, അതുപോലെ ഉപ്പൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പാനിൽ നെയ്യോ ബട്ടറോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട അതിലൊഴിച്ച് അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് എന്തും വെച്ച് കൊടുക്കാം കേട്ടോ. ചീസോ, സ്ലൈസ് ചീസോ അല്ലെങ്കിൽ വെജീസോ എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ റോളാക്കി എടുത്താൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചപ്പാത്തി എഗ് റോള് റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ചും സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നും രാവിലെ എണീറ്റാൽ ഇന്ന് മക്കൾക്ക് എന്താ കൊടുത്തയക്കുക എന്നുള്ളതൊക്കെ ആലോചിച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല അല്ലേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. അസ്സലാമു അലൈക്കും.